നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിലെ ഒരു ദൈവീക കാലഘട്ടമായ കർക്കിടക മാസത്തെക്കുറിച്ചാണ്. കർക്കിടക മാസം ജ്യോതിശാസ്ത്രപരമായി വർഷത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കിടയിൽ വരുന്ന മാസമാണ്. മഴയ്ക്കും തണുപ്പിനുമിടയിൽ പ്രകൃതിയും മനുഷ്യനും വിശ്രമം തേടുന്ന ഈ മാസം നമ്മുടെ ആചാരങ്ങളിൽ ആത്മീയതയും ആയുർവേദ തത്വങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ മാസം ശരീരത്തെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ ദൈവീകതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ട കാലമാണ്. അതുകൊണ്ടാണ് ഇതിനെ ആത്മോത്ഥാന മാസമെന്നും ചിലർ വിളിക്കുന്നത്. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 നിലകളിലായാണ്. ശാരീരിക ശുദ്ധീകരണം, ഔഷധക്കഞ്ഞിയും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളിലൂടെ, മാനസിക സമത്വം, ശാന്തതയും ധ്യാനത്തിലൂടെ, ആത്മീയ ഉണർവ്, രാമായണ പാരായണവും ജപവും ദാനം പോലുള്ള പ്രവൃത്തികളിലൂടെ. ഈ മാസം മുഴുവൻ അധ്യാത്മരാമായണം വായിക്കുന്നതാണ് കേരളത്തിലെ പാരമ്പര്യശേഷിയായ ഒരു വിശുദ്ധ ആചാരം. ഓരോ ദിവസവും ഒരുമിച്ച് വായിക്കുക എന്നതാണ് ആത്മീയ വളർച്ചയ്ക്ക് സഹായകരം. നിങ്ങൾക്കായി ഈ ആത്മജ്യോതി ചാനലിൽ ദിവസേന കർക്കിടക മാസത്തിന് അനുയോജ്യമായ മന്ത്രങ്ങൾ, ജപങ്ങൾ, ആത്മീയ സന്ദേശങ്ങൾ, ആചാരങ്ങൾ എന്നിവ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യൂ. ആത്മജ്യോതി, ആത്മീയതയുടെ വെളിച്ചം പങ്കുവയ്ക്കാൻ. നമസ്കാരം.